അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ ഹബീബിക വറസൂലിക സയ്യിദനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അമ്മാ ബഅദ്. മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മുഅ്ജിസത്താണ് പരിശുദ്ധമായ ഖുർആൻ. അള്ളാഹിൻ്റെ ഭൂമിയിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും ഹൈറായ അമല് ഖുർആൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആൻ വഅല്ലമ. നിങ്ങളിൽ ഏറ്റവും ഹൈറായ ആള് ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ് എന്ന് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെ അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ പറയുന്നത്. വലിയ ഒരുക്കം ഖുർആൻ പഠിപ്പിക്കുന്നതിന് ആവശ്യമാണ്. ഒരു മാനസികമായ ഒരുക്കം, അത് റഹ്മത്തിൻ്റെ ഒരുക്കമാണ്. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ. തഅലീമുൽ ഖുർആനിനെ അള്ളാഹു പറഞ്ഞപ്പോൾ അവൻ്റെ റഹ്മാൻ എന്ന വിശേഷണത്തെ പറഞ്ഞിട്ടുണ്ട്. അനുസരണയുള്ളവർക്കും അനുസരണയില്ലാത്തവർക്കും വാത്സല്യം ചെയ്യുക എന്നതാണ് റഹ്മാനിയായ റഹ്മത്ത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഖുർആൻ പഠിപ്പിക്കുന്നവരുടെ മാനസിക തലം റഹ്മത്തിൻ്റെ മാനസിക തലമായിരിക്കണം. റഹ്മത്തുള്ളവരിൽ നിന്നാണ് ഖുർആൻ പഠിക്കേണ്ടത്. അവരാണ് ഖുർആൻ പഠിപ്പിക്കേണ്ടത്. അപ്പോൾ ഖുർആൻ പഠിപ്പിക്കുന്നവരുടെ ഒരു മാനസിക തലം അതാണ്. ഇനി അവരുടെ ഒരു പ്രവർത്തന തലം എന്ന് പറയുന്നത് ഖുർആൻ ഓതുന്നവൻ ഖുർആൻ പഠിപ്പിച്ചാലാണ് നന്നായി പഠിയുക എന്നതാണ്. അപ്പോൾ പഠിപ്പിക്കുന്നവൻ ഖുർആൻ ഓതുന്നവൻ കൂടിയായിരിക്കണം എന്നൊരാശയം അതിൽ നിന്ന് കിട്ടും. ഫർളായ അമലുകൾക്ക് ശേഷം സുന്നത്തായ അമലുകൾ അധികരിപ്പിക്കുന്ന ആളുകൾ എൻ്റെ കൈകൊണ്ട് തൊടും, എൻ്റെ കാലുകൊണ്ട് നടക്കും, എൻ്റെ നാവ് കൊണ്ട് സംസാരിക്കും എന്നൊക്കെ പറയുന്ന ഖുദ്സിയായ വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസിൻ്റെ വിശദീകരണത്തിൽ ഇങ്ങനെ പറയാം: സുന്നത്ത് നിസ്കരിക്കുന്നവൻ ഫർള് നിസ്കരിക്കാൻ പറയുമ്പോഴാണ് ആളുകളിൽ അതിന് വേഗത്തിൽ ഇഫക്റ്റ് ഉണ്ടാകുന്നത്. സ്വതക്ക കൊടുക്കുന്നവൻ സക്കാത്തിനെ കുറിച്ച് പറയുമ്പോൾ ആളുകൾ വേഗത്തിൽ ഉൾക്കൊള്ളും. ഖുർആൻ ഓതുന്നവൻ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ ആളുകൾക്കത് വേഗത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കും. ഖുർആൻ ഓതുന്ന മല്ലാക്ക പഠിപ്പിച്ചാലും ഖുർആൻ ഓതാത്ത മല്ലാക്ക പഠിപ്പിച്ചാലും പഠിക്കുന്ന കുട്ടികളിൽ അതിൻ്റെ വ്യത്യാസം കാണാൻ കഴിയും എന്നതാണ്. ഖുർആൻ ഓതണം. ഖിറാഅത്തും തിലാവത്തും വ്യത്യാസമുണ്ട്. ഖിറാഅത്ത് എന്നത് ഒരിക്കൽ ഓതലാണെങ്കിൽ തിലാവത്ത് എന്നത് മടക്കി മടക്കി ഓതലാണ്. ഖുർആനിൽ യഥാർത്ഥത്തിൽ ഖിറാഅത്തിനേക്കാൾ തിലാവത്താണ്. പലതരം ഖിറാഅത്തുകളുണ്ട്. നേരത്തെ പറഞ്ഞ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു എന്ന ഹദീസ് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഖുർആൻ ഓതുന്നതിൻ്റെ രീതിയെക്കുറിച്ച് പറയുന്നിടത്ത് ഒന്ന് തർത്തീൽ എന്ന രീതിയാണ്. വറത്തിലിൽ ഖുർആന തർത്തീല. തബീനു ഹുറൂഫിഹ വത്തഅത്തി ഫി അദാഇഹ എന്നതാണ് തർത്തീൽ എന്നതിൻ്റെ വിശദീകരണം. അക്ഷരങ്ങളെ വ്യക്തമായി പറയുകയും ഓരോ അക്ഷരങ്ങളെയും ഓരോ വാക്കുകളെയും കൊണ്ടുവരുന്നതിൽ സാവധാനം പാലിക്കുകയും ചെയ്യുക എന്നതാണ് തർത്തീൽ എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനമായ ഖിറാഅത്ത് തർത്തീലാണ്. മറ്റൊന്ന് തഹ്ഖീഖ് എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ ഖിറാഅത്ത്. ഓരോ അക്ഷരവും അതിൻ്റെ ഹർക്കത്ത്, മദ്, ഷദ്, ഗുന്നത്ത് എന്നിവയെല്ലാം വേർതിരിച്ചുച്ചരിക്കുന്നതിനാണ് തഹ്ഖീഖ് എന്ന് പറയുന്നത്. മൂന്നാമത്തേത് ഹദർ എന്ന ഖിറാഅത്താണ്. ഇളവുകൾ ഉപയോഗപ്പെടുത്തി വേഗത്തിൽ ഓതുന്നതിനാണ് ഹദർ എന്ന് പറയുന്നത്. ഖിറാഅത്തിൽ ചില അളവുകൾ ഉണ്ടായിരിക്കും. ഉദാഹരണമായി മദ്ദിൻ്റെ കാര്യത്തിൽ ചിലർ ഒഴിവാക്കാം എന്ന് പറയുന്ന മദ്ദുകളുണ്ട്. ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത, ഒരഭിപ്രായവും ഏതഭിപ്രായ പ്രകാരവും ഒഴിവാക്കാൻ പാടില്ലാത്ത മദ്ദുകളുണ്ട്.
അപ്പോൾ ഒരഭിപ്രായ പ്രകാരവും ഒഴിവാക്കാൻ പാടില്ല എന്ന് പറയുന്ന മദ്ദുകൾ എടുത്തുകൊണ്ടും ഒഴിവാക്കുന്നതിന് വിരോധമില്ലെന്ന് പറഞ്ഞിട്ടുള്ള മദ്ദുകൾ ഉപേക്ഷിച്ചുകൊണ്ടും പിന്നെ എന്തായാലും അസ്ലിയായ മദ് എന്തായാലും വേണ്ടിവരും. ഇങ്ങനെ ഓതുക, ഇങ്ങനെ ഓതുന്നതിനാണ്, അപ്പൊ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വേഗത്തിൽ ഓതുന്നതിനാണ് ഹദർ എന്ന് പറയുന്നത്. നാലാമത്തെ ഖിറാഅത്ത് തദ്വീർ എന്ന് പറയുന്നതാണ്. മധ്യനില സ്വീകരിച്ച് ഓതുന്നതിനാണ് തദ്വീർ എന്ന് പറയുന്നത്. മുത്തസിലായ മദ്ദുകൾ നിർബന്ധമായും എടുക്കുക, മുൻഫസിലായ മദ്ദുകൾ ഒഴിവാക്കുക. ബാക്കിയുള്ള ഉന്നത്ത്, ഇദ്ഗാം തുടങ്ങിയ നിയമങ്ങളൊക്കെ പാലിക്കുക. അല്പം സ്പീഡിൽ ഓതുക. അങ്ങനെ ഒരു മധ്യനില സ്വീകരിച്ചുകൊണ്ട് ഓതുന്നതിനാണ് തദ്വീർ എന്ന് പറയുന്നത്. 4 തരത്തിലുള്ള ഖിറാഅത്തുകളും നമ്മൾ കുട്ടികൾക്ക് ഓതി കേൾപ്പിക്കുകയും ആർക്കാണോ ഖുർആൻ പഠിപ്പിക്കുന്നത് പഠിതാക്കൾക്ക് ഓതി കേൾപ്പിക്കുകയും അവരെ കൊണ്ട് ഓദിക്കുകയും ഒക്കെ വേണം. 7 പഠന പ്രവർത്തനങ്ങളാണ് ഖുർആൻ പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളത്. അതിലെ ഒന്നാമത്തേത് മനോഹരമായി ഓതി കേൾപ്പിക്കുക എന്നത് തന്നെയാണ്. നല്ല ഖിറാഅത്തിനെ കേൾക്കലാണ് നല്ല ഖാരി ആവാനുള്ള ഏറ്റവും എളുപ്പവഴി. നമ്മൾ എത്രത്തോളം ഖിറാഅത്ത് കേട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് നമുക്ക് അനുകരിക്കാൻ കഴിയും എന്നും ആകർഷണീയമാണ് എന്നും നിയമങ്ങൾ പാലിക്കുന്നുണ്ട് എന്നും ഉറപ്പുള്ള ഏതെങ്കിലും ഒരു ഖിറാഅത്ത് സെലക്ട് ചെയ്ത് അത് തുടർച്ചയായി പലതവണ കേൾക്കണം. നമ്മൾ കുട്ടികളെ അല്ലെങ്കിൽ മുതിർന്നവരെ ഖിറാഅത്ത് പഠിപ്പിക്കുമ്പോൾ മനോഹരമായ നമ്മുടെ ഖിറാഅത്തിനെ ധാരാളം തവണ അവർ കേൾക്കാനുള്ള അവസരമുണ്ടാക്കുക എന്നതാണ് ഒന്നാമത്തെ പഠന പ്രവർത്തനം. രണ്ടാമത്തെ പഠന പ്രവർത്തനം കഠിന പദങ്ങളെ പ്രത്യേകമായി പരിഗണിച്ച് കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ബോധീകരിച്ച് ചാർട്ടിൽ എഴുതി കാണിച്ചു കൊടുത്ത് നോട്ട് എഴുതി കാണിച്ചു കൊടുത്ത് അങ്ങനെ കഠിന പദങ്ങളെ പ്രത്യേകമായി പരിചയപ്പെടുത്തുന്നതാണ് ഖിറാഅത്തിന്റെ പഠന പ്രവർത്തനങ്ങളിൽ രണ്ടാമത്തേത്. ഖിറാഅത്തിന്റെ പഠന പ്രവർത്തനങ്ങളിൽ മൂന്നാമത്തേത് ഗുരുവും ശിഷ്യന്മാരും ഒന്നിച്ച് ഓതുക എന്നതാണ്. ഒന്നിച്ച് ഓതുന്നതിലൂടെ മാനസിക ഐക്യം ഉണ്ടായിത്തീരുമെന്നാണ്. അതിന് മനപ്പൊരുത്തം എന്ന് മലയാളത്തിലും ഉൽഫത്ത്, ഇൽഫത്ത് എന്നീ വാക്കുകൾ അറബിയിലും പറയുന്നു. മനഃശാസ്ത്രപരമായി വളരെ പ്രാധാന്യമുള്ള ഒരു വാക്കുകൂടിയാണിത്, മനപ്പൊരുത്തം. മനപ്പൊരുത്തം ഉണ്ടായിത്തീരാൻ ഒന്നിച്ചോതുന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് മൂന്നാമത്തെ പഠന പ്രവർത്തനം എന്ന് പറയുന്നത് ഗുരുവും ശിഷ്യന്മാരും ഒന്നിച്ചോതലാണ്. മദ്രസയിലൊക്കെ ആകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അടുത്ത ക്ലാസ്സിലേക്ക് ശല്യമില്ലാത്ത രൂപത്തിലായിരിക്കണം. കാരണം നമ്മൾ ഒന്നിച്ചോതി അടുത്ത ക്ലാസ്സിൽ തീരെ ഓതാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായാൽ അതൊരു ദുൽമാവും. അപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തണം. എല്ലാവരും കൂടി ഓതുമ്പോൾ ഒരാൾ ഉറക്കെ ഓതുന്ന ഒരു ശബ്ദം ഉണ്ടാകാവുന്ന തരത്തിൽ ക്രമീകരിച്ചുകൊണ്ട് ആണ് ഒന്നിച്ചോതേണ്ടത്. നാലാമത്തെ പഠന പ്രവർത്തനം എന്ന് പറയുന്നത് മൗനമായി ഓതാൻ പഠിതാക്കൾക്ക് അവസരം കൊടുക്കലാണ്. മൗനം എന്ന് പറഞ്ഞാൽ പിന്നെ മൗനം തന്നെ ആയിരിക്കണം. മൗനമായിട്ട് ഓതാറുണ്ട് പിന്നെ ഒച്ച ഉണ്ടാകാൻ പാടില്ല. അഞ്ചാമത്തേത് വീണ്ടും കൂടെ ഓദിക്കുക എന്നതാണ്. ആദ്യത്തെ കൂടെ ഒത്ത് വേണമെങ്കിൽ അല്പാൽപമായി ഓതിക്കൊടുത്ത് ഓദിക്കുന്ന രീതിയുമാക്കാം. രണ്ടാമത്തെ കൂടെ ഓത്ത് എന്ന് പറയുന്നത് ഗുരുവും ശിഷ്യനും ഒന്നിച്ചോതുന്ന രീതി ആക്കുകയും വേണം. ഇങ്ങനെ 2 തവണ കൂടെ ഓതുന്നതുണ്ട്. 2 രൂപത്തിൽ ചെയ്യാം. ആദ്യത്തെ തവണ മൂന്നാം പഠന പ്രവർത്തനമായ കൂടെ ഓതുക എന്നത് ഗുരുവും ശിഷ്യരും ഒന്നിച്ച് കൂടെ ഓതുന്നതാക്കാം. അപ്പോൾ നാലാമത്തതും അഞ്ചാമത്തതും അതിൻ്റെ ആവർത്തനമാണ് കൂടെ ഓതിക്കൽ. ഇല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും ആദ്യത്തെ കൂടെ ഓത്ത് എന്നത് ഓതിക്കൊടുത്ത് ഓദിക്കുന്ന രീതിയാക്കാം. അപ്പോൾ 5-ാം പഠന പ്രവർത്തനം 2 കൂട്ടരും ഒന്നിച്ചോതുന്ന പഠന പ്രവർത്തനവും ആക്കാം. 6-ാമത്തത് ഓരോരുത്തരെ കൊണ്ട് അല്പാൽപമായി ഓദിക്കുക എന്നതാണ്. 7-ാമത്തേത് ആവർത്തിച്ചോതാൻ അവസരം നൽകുക എന്നതാണ്. ഇങ്ങനെ
തഅലീമുൽ ഖുർആനുമായി ബന്ധപ്പെട്ട് 7 പഠന പ്രവർത്തനങ്ങളാണ് ഉള്ളത്. ഖുർആൻ പഠിപ്പിക്കുക എന്നതിനെ വലിയൊരു സ്വാലിഹായ അമലായിട്ട് കാണണം. ഖുർആൻ നിലനിൽക്കുന്നത് മുസ്ഹഫിൽ അല്ല, യഥാർത്ഥത്തിൽ ഹാഫിളീങ്ങളുടെയും ഖാരിഈങ്ങളുടെയും ഖൽബിലാണ്. അതുകൊണ്ട് ഖുർആൻ മനോഹരമായി നിയമങ്ങൾ പാലിച്ചുകൊണ്ടും പാരായണം ചെയ്യുന്ന ഒരു തലമുറ ഉണ്ടായി വരണം. ഖുർആൻ പാരായണം ഇസ്ലാമിക ദഅവത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലം യകുനിൽ ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീന മുൻഫക്കീന ഹത്താ തഅതിയഹുമുൽ ബയ്യിന റസൂലും മിനല്ലാഹി യത്ലൂ സുഹഫൻ മുതഹ്ഹറ. അവർ കാഫിരീങ്ങൾ ആയിക്കൊണ്ടേയിരിക്കും. അഹ്ലു കിതാബ് അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. മുശ്രിക്കുകൾ അങ്ങനെ ആയിക്കൊണ്ടേയിരിക്കും. ഏതുവരെ? അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഒരു ദൂതൻ വരുന്നത് വരെ. യത്ലൂ സുഹഫൻ മുതഹ്ഹറ, പരിശുദ്ധമായ സുഹഫിനെ തിലാവത്ത് ചെയ്യുന്ന ഒരു റസൂൽ വരുന്നത് വരെ എന്നതാണ്. അപ്പോൾ ദഅവത്തിൽ തിലാവത്തുൽ ഖുർആൻ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. ഖുർആൻ ഓതിക്കൊടുക്കുക, ഖുർആൻ കേൾപ്പിക്കുക, ഖുർആൻ കേൾക്കാൻ അവസരമുണ്ടാവുക. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ഖുർആൻ അവതീർണമാവാൻ തുടങ്ങി. മക്കയിൽ വെച്ച് പാരായണം ചെയ്യാൻ തുടങ്ങി. കഅബയുടെ അടുത്ത് വെച്ച് ഓതാൻ തുടങ്ങി. ഖുറൈശികൾ മക്കയിലേക്ക് ഗസ്റ്റുകൾ, വിരുന്നുകാർ വന്നാൽ ചെവിയിൽ പഞ്ഞി തിരികിയിട്ടായിരുന്നു അത്രേ പരിശുദ്ധമായ കഅബയുടെ അടുത്തേക്ക് പറഞ്ഞയക്കാറുണ്ടായിരുന്നത്. ഖുർആനെങ്ങാനും കേട്ടുപോയാലോ എന്ന് ഭയപ്പെട്ടിട്ട്. വലിയ മാസ്മരിക ശക്തിയുള്ള മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിസ്സിയായ മോചിസത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഖുർആൻ. അതുകൊണ്ട് അതിൻ്റെ ഖിറാഅത്തിന് വലിയ ഇജാസുണ്ട്. അത് മനോഹരമായി നുസൂൽ പ്രകാരം ഓതാൻ വേണ്ടി കഴിയുക. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഓതിക്കൊടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ സഹാബത്തിന് ഓതിക്കൊടുത്തത്, സഹാബത്ത് എങ്ങനെയാണോ താബീങ്ങൾക്കും അവർ തബഉ താബീങ്ങൾക്കും ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത രീതിക്കാണ് തജ്വീദിന്റെ നിയമങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തജ്വീദിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് പാരായണം ചെയ്യേണ്ടത്. കൂട്ടത്തിലൊരു കാര്യം പ്രത്യേകമായി സൂചിപ്പിക്കാനുള്ളത്, തജ്വീദിന്റെ നിയമങ്ങൾ പാലിക്കണം. മല്ലം യുജവ്വീദിൽ ഖുർആന ആസിമു, തജ്വീദിന്റെ നിയമം പാലിക്കാതെ ഖുർആൻ ഓതുന്നവൻ കുറ്റക്കാരനാകും എന്ന് തുടങ്ങിയ അധ്യാപനങ്ങളൊക്കെ തജ്വീദിന്റെ നിയമങ്ങളാണ്, ഫിഖ്ഹിന്റെ നിയമങ്ങളല്ല. സിഹത്ത് ബുത്തുലാൻ, നിസ്കാരം സഹിയാവുക ബാത്തിലാവുക എന്നിവയുമായി ബന്ധപ്പെട്ട് ഉള്ള നിയമങ്ങൾ ശർഈയായ വാജിബിൽ ഉൾപ്പെടുന്നതല്ലെന്ന് മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ ഫത്താവയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിസ്കാരത്തിൽ ഖിറാഅത്തിൽ പാലിക്കേണ്ട നിയമങ്ങൾ ഫിഖ്ഹിന്റെ കിതാബുകളിൽ പറഞ്ഞിട്ടുള്ള നിയമങ്ങളാണ്. അതേസമയത്ത് ഖിറാഅത്തിൽ പാലിക്കേണ്ട നിയമങ്ങളാണ് തജ്വീദിന്റെ നിയമങ്ങൾ. നുസൂൽ പോലെ ഖിറാഅത്താവുക എന്നതാണ് തജ്വീദിന്റെ നിയമങ്ങൾ പാലിക്കുക എന്നതിലെ ഉദ്ദേശം. ഈ കാര്യം എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് നാളത്തെ തലമുറ നന്നായി ഖുർആൻ പാരായണം ചെയ്യുന്നവർ ആയിത്തീരണം. ഖുർആൻ എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയാണ്, മാനിഫെസ്റ്റോ ആണ്. അതുകൊണ്ട് അതിനെ പാരായണം ചെയ്യുകയും അതിനെ മനസ്സിലാക്കുകയും കേൾക്കുകയും ഓതുകയും കേൾക്കാൻ ഇഷ്ടപ്പെടുകയും ഓതാൻ ഇഷ്ടപ്പെടുകയും ഖത്തം തീർക്കുകയും ഹിഫ്ളാക്കുകയും ഒക്കെ ചെയ്യുന്ന തലമുറ ഉണ്ടായി വരണം. ഇസ്ലാമിക ദഅവത്തിൽ അത് വലിയ പ്രാധാന്യമർഹിക്കുന്നതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധമായ ഖുർആനിന് ഖിദ്മത്തെടുക്കാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.